ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികളുണ്ട്. അതിലേക്കുള്ള യാത്രയിലാണ്. ജാതിമതഭേദമേന്യേ മനുഷ്യർക്കിടയിലുള്ള അന്തരങ്ങൾ ആത്മവിശ്വാസത്തിൽ അടുപ്പിക്കുന്ന മായാവലയമാണ് ഇശ. സ്ത്രാണികതയും നാഗരികതയും സംസ്കാരവും ചേർന്ന മാതാവായി ഭൈരവീദേവിയെ കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പോലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങിയ ശക്തിയായും കണക്കാക്കുന്നു. പ്രധാനമായും ദൈലിംഗയാണ് ഒരു കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാര്യം. മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് എന്ന പരമശിവന്റെ 11 പേരുകളിൽ പ്രിയപ്പെട്ടതാകുന്നു പരമശിവൻ. മൊബൈൽ ഫോണുകളും ബാഗും സുരക്ഷിതമാക്കാനും കൈപ്പറ്റാനും യാതൊരുവിധ സർവീസ് ചാർജുകളും ഇവർ ഈടാക്കുന്നില്ല. ഒഴിവു ദിവസം അല്ലാത്തതുകൊണ്ട് പതിവ് പോലെയുള്ള തിരക്കുകളൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. ശിവരാത്രി മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇശ. ശിവപ്രതിഷ്ഠയ്ക്കടുത്ത് പണികൾ നടക്കുന്നതിനാൽ അതിനടുത്തായി സെൽഫികളുടെ എണ്ണമെല്ലാം കുറച്ചിരിക്കുന്നു. എങ്കിലും കുറച്ചു പേർ അതിനകത്തേക്ക് കിടക്കുകയും സെക്യൂരിറ്റിക്കാർ അവരെ പറഞ്ഞുവിടുകയും ചെയ്തു. ഈ കാണുന്നതെല്ലാം ശിവരാത്രിക്കുള്ള ഒരുക്കങ്ങളാണ്. നിരവധി കച്ചവടക്കാരുമെല്ലാം ഓരോ സ്ഥലവും കയ്യേറിക്കൊണ്ടിരിക്കുന്നു. കാഴ്ച കാണാൻ വരുന്ന ആസ്വാദകരും എണ്ണം കൂടി വരുന്നുണ്ട്. വെള്ളിനഗരി ഹിൽസിനേക്കാളും കോവൈ കുട്ടാളത്തിലേക്കുള്ള യാത്രികരാണ് കൂടുതലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. 3 മാസം മാത്രം തുറക്കുന്ന ഈ കോവൈ കുട്ടാളം എന്നുള്ള ട്രക്കിംഗ് പോയിൻ്റ് അതികഠിനമാണ്. ഏകദേശം 6 മണിക്കൂറോളമുള്ള യാത്ര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് സമയപരിമിതി മൂലം പിന്തിരിഞ്ഞു. ശാന്തിയും സമാധാനവും തന്നെയാണ് മാനവൻ്റെ കാതൽ എന്ന് പറയാതെ പറയപ്പെടുന്നു ഇശയിൽ. പിണക്കത്തിലാണ് നമ്മളുടെ കാളക്കുട്ടൻ. ആളുകളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള കാത്തിരിപ്പിലാണ്. വളരെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൻറ്റിക്രാഫ്റ്റ് ഷോപ്പുകളും യോഗാവശ്യത്തിനുള്ള സാമഗ്രികൾ ലഭിക്കുന്ന ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഒരു കടുത പോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വിടവാങ്ങി. അടിമുതൽ മുടി വരെ ഗംഭീരമായ ചൂട് താങ്ങാനാകുന്നില്ല. ശേഷം പ്രിയപ്പെട്ട പൊങ്കലും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപരിചിതമായ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പരിചിതമായ നിരവധി കൂരകളും മറ്റും നമുക്ക് കാണാം. കാറ്റിൻ്റെ വേഗതയിൽ പ്രകൃതി സ്വയം സൊറ പറയുകയാണ്. വളരെ വേഗത്തിലാണ് ട്രെയിനിൻ്റെ സഞ്ചാരം. വാരാന്ത്യ യാത്രകൾ ഇനിയും തുടരും. പരിമിതികളെയും അപരിമിതികളെയും തെല്ലും ഭയപ്പെടുന്നുമില്ല. ട്രാക്ക് വിത്ത് കേരള എന്ന ആദ്യ ശ്രമം യാത്ര, സിനിമ അനുഭവങ്ങളിലൂടെയായി ഇനിയും കാണും.